പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തുമെന്നാണ് സൂചന. സഭയിൽ 2 ബില്ലുകൾ അവതരിപ്പിക്കേണ്ടത് അമിത്ഷായാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ പ്രസ്താവന, അയോധ്യ സംഭാവന കൊള്ള തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം ഇന്നും ഉന്നയിക്കും. നോബിൾ മാരിക്കാരനോട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് നോബിൾ. അമിത്ഷാ ഇന്നെങ്കിലും എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ തന്നെ പ്രധാനമായിട്ടും 2 ബില്ലുകൾ, ഒന്ന് കേരള സംസ്ഥാനം എന്നുള്ളത് കേരളം എന്ന പേര് മാറ്റുന്നതിനുള്ള ബില്ലാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതടക്കം പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കേണ്ടത് അമിത്ഷായാണ്. ആ സാഹചര്യത്തിൽ എത്താനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? ഇനി അങ്ങനെ എത്താനില്ലെങ്കിൽ അതൊരു സഹമന്ത്രി ബില്ല് അവതരിപ്പിക്കുന്ന രീതിയിലായിരിക്കുമോ കാര്യങ്ങൾ? അതോ അമിത്ഷാ ഇന്ന് എത്തും? അങ്ങനെയെങ്കിൽ ഒരു വലിയ പ്രതിഷേധം പ്രക്ഷുബ്ധമാകും പാർലമെന്റ്. സുധി, വെരി ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നെങ്കിലും പാർലമെന്റ് എത്തുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമിത്ഷാ സഭയിലേക്ക് എത്തുന്നില്ല. നിരവധി പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊന്നും അമിത്ഷാ സഭയിലേക്ക് സാഹചര്യം ഉണ്ടായില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 2 ബില്ലുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് കേരള എന്ന് മാറ്റി കേരളം എന്ന് ആക്കുന്ന ബില്ലാണ്. മറ്റൊന്ന് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബില്ലുമാണ്. ഈ 2 ബില്ലുകൾ അമിത്ഷായാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ പല ബില്ലുകൾ അമിത്ഷായുടെ പേര് രാജ്യസഭയിൽ ലോക്സഭയിലൊക്കെ ലിസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ അവതരിപ്പിച്ച സാഹചര്യമായത് ഉണ്ടായത്. ഇനിയിപ്പോൾ കുറച്ചു ദിവസം മാത്രമാണ്, 13-ാം തീയതി സഭാ സമ്മേളനം അവസാനിക്കുന്നത്. അതിനു മുൻപ് ഈ അമിത്ഷാ സഭയിൽ എത്തുമെന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. FCRA ഭേദഗതി അടക്കമുള്ള ബില്ലുകളൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് ഇനിയിപ്പോൾ വരും ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നേക്കും. അതിന്റെ ഭാഗമായി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ 3 വരി വിപ്പ് അടക്കം നൽകുന്ന സാഹചര്യമുണ്ട്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുമെന്നൊരു ഉറപ്പ് എന്താണെങ്കിലും BJP നേതൃത്വം നൽകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ അത് എത്താനുള്ള സാധ്യത നമ്മൾ കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ ശക്തമായ പ്രതിഷേധം ഇന്നും ഇരുസഭകളും തുടരും എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഇതുവരെ അമിത്ഷാ സഭയിൽ എത്തിയിട്ടില്ല. മറുപടി പറയാതെ മറ്റൊരു ബില്ലുകളിലേക്ക് അവതരിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അനുവദിക്കില്ല നിലപാട് അവർ ഉറച്ചു നിൽക്കുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ അമിത്ഷാ എത്തുകയാണെങ്കിലും എത്തിയില്ലെങ്കിലും വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. നമ്മൾ പറഞ്ഞ പോലെ 2 ബില്ലുകൾ അമിത്ഷായുടെ പേരിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സഭയിൽ ഇന്ന് എത്തിയേക്കും എന്ന് നമ്മൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും മുൻപ് സമാനമായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ബില്ലുകളും അമിത്ഷായുടെ പേരിൽ ഇതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ട് അമിത്ഷാ എത്താതെ കേന്ദ്ര സഹമന്ത്രിമാർ ഇത് അവതരിപ്പിച്ച സാഹചര്യമുണ്ട്. ഇന്നും അതേ രീതി പിന്തുടരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭാ അധ്യക്ഷനടക്കം അമിത്ഷാ സഭയിൽ എത്തണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം അടക്കം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അമിത്ഷാ എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എങ്കിൽ പോലും 2 ബില്ലുകളുണ്ട്, അത് അവതരിപ്പിക്കാനുണ്ട്. അത് എത്തുമോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ അറിയേണ്ടത്. വന്നാലും വന്നില്ലെങ്കിലും എന്തായാലും സഭ പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.